നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ക്രീനിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുടെ മനഃശുദ്ധി ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നു. ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ശത്രുക്കളെ ഈ വ്യക്തി അകറ്റി നിർത്തുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ഈ വായന നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ വായനയിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി വളരെ ദൂരത്താണ് നിൽക്കുന്നത്. അതായത് നിങ്ങളുമായി വളരെയധികം അകന്നു നിൽക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെയും നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തെയും കാത്തു സൂക്ഷിക്കാൻ ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ കാത്തു രക്ഷിക്കുന്നത് പോലെ സകല ആപത്തുകളിൽ നിന്നും വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും ഈ പ്രണയബന്ധത്തെയും നിങ്ങളെയും കാത്തു രക്ഷിക്കാൻ തന്നെയാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഈ വ്യക്തി വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് അകലെയായിരിക്കാം, ഒരുപാട് അകലെ തന്നെയാണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ട്രാവലിംഗ് മുഖ്യമാണ്. അതായത് യാത്ര മുഖ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവരാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായി ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്. നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ എന്നേക്കുമായി എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കുവാനും നല്ലൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയിലേക്കുമാണ് ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങളും അല്ലെങ്കിൽ പരിശ്രമങ്ങളും നിങ്ങൾക്ക് വേണ്ടിയും ഈ പ്രണയബന്ധത്തിന് വേണ്ടിയും ഈ വ്യക്തി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെക്കുറിച്ചും നിങ്ങളുമായിട്ടുള്ള പുതിയ പദ്ധതികളെക്കുറിച്ചും ഒരുമിച്ച് എങ്ങനെ വേണം ജീവിക്കണമെന്നും എങ്ങനെയാണ് ഒരുമിച്ചുള്ള ജീവിതമെന്നും അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള കൃത്യമായ പദ്ധതികളിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലും നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ഊർജമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ശ്രദ്ധയിലൂടെ ഈ വ്യക്തി മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പോലും നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം തന്നെയാണ്. നിങ്ങളുമായി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്, ഒരുപാട് ചർച്ചകൾ ചെയ്യാനുമുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി വളരെ സന്തോഷപൂർണമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയുടെ മനസ്സിൽ എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി പലപ്പോഴും സ്വപ്നങ്ങളിലൂടെയും അല്ലാതെയും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചശക്തിയാണെങ്കിലോ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങളെ മാറ്റിമറിക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചിന്തകൾ വളരെയധികം ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ ചിന്തകൾ വളരെയധികം ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഭൗതിക മാറ്റങ്ങൾക്ക് വേണ്ടി വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ആ കാര്യങ്ങളിലെല്ലാം തന്നെ കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഇപ്പോൾ സന്തോഷം തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെയും ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തേണ്ടത് ആ മാറ്റങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി വരുത്താൻ തയ്യാറാണ്. ഇവിടെ പലപ്പോഴും തന്റെ കിളിക്കൂട് അല്ലെങ്കിൽ ആ ഒരു മനോഹരമായിട്ടുള്ള കിളിക്കൂടിനെ മറ്റുള്ളവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ മനോഹരമായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയ ജീവിതത്തെ
മറ്റുള്ളവർ നല്ല രീതിയിൽ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള ശ്രമങ്ങളും പാഴായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ശത്രുക്കളുടെ കടന്നാക്രമണം തീർത്തും നിങ്ങൾ അതിനെ അതിജീവിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പല സാഹചര്യത്തിലും നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ അത്രമേൽ വന്ന് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പതിയുന്നതിലോടുകൂടി ഈ വ്യക്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ കൂടിയാണ്. നിങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് പ്ലാനിങ്ങുകളുണ്ട്, പദ്ധതികളുണ്ട്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നിങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ഒരു ആഗ്രഹങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് അതിൽ എന്നേക്കുമായി ഒരു ഉണർവ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിജയത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും വലിയ ഭൗതിക മാറ്റമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഏഞ്ചൽ നമ്പേഴ്സും മഴവില്ലും അതുപോലെ ചിത്രശലഭങ്ങളെയും ഈ വ്യക്തി കാണുന്നുണ്ടാകാം. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ വ്യക്തി വിധേയമാവുകയാണ്. അല്ലെങ്കിൽ തന്റെ ജീവിതം നിങ്ങൾ കാരണം മാറിക്കൊണ്ടിരിക്കുകയാണ്, നല്ലതിലേക്കാണ് ഈ ഒരു മാറ്റമെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഏതൊക്കെയോ ചില കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ വ്യക്തി വെറുതെ ഇരുന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ യാതൊരു താല്പര്യമില്ലാത്ത രീതിയിൽ വളരെ മടി പിടിച്ചും അലസതയോടുകൂടി ഇരുന്നിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ ശക്തിയോടുകൂടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ആഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന വളരെ അതിശക്തമായിട്ടുള്ള കുതിര ശക്തിയോട് കൂടിയാണ് ഈ വ്യക്തി ഇനി നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇവിടെ എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങൾക്കും ഈ വ്യക്തി വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമങ്ങളിലൂടെ ഒരു വിജയം കണ്ടെത്താൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയബന്ധത്തിൽ എത്രമാത്രം വിജയം കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അതിലെല്ലാം തന്നെ വിജയം കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് എല്ലാ തരത്തിലും പോസിറ്റീവ് എനർജിയായി തന്നെ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. മറ്റാരുമായി തർക്കിക്കാനോ പ്രശ്നങ്ങളിലേക്ക് പോകുവാനോ നിങ്ങളെ ഇനി വീണ്ടും വേദനിപ്പിക്കുവാനോ നിങ്ങളുമായി വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ഏർപ്പെടുവാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് വളരെയധികം കോംപ്രമൈസോട് കൂടി ഒത്തുതീർപ്പിലെത്തി മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ ശത്രുക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നല്ലവരേതാണെന്നും ശത്രുക്കൾ ഏതാണെന്നും ഈ വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിനോട് നല്ല രീതിയിൽ തന്നെ നല്ല നിമിഷങ്ങളോടുകൂടി മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തിയുടെ മനസ്സ് പല വിധത്തിലും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റു പലവരുടെയും അനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനവും മറ്റു പലവരുടെയും അനാവശ്യമായിട്ടുള്ള മോശപ്പെട്ട ചിന്തകളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളും ഒക്കെ കൊണ്ടും ഈ വ്യക്തിയുടെ മനസ്സ് അഴുക്കു പിടിച്ച് കളങ്കപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കുറിച്ചാണെങ്കിലും ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നത്, ഇവിടെ ആരാണ് ശത്രുക്കൾ, ആരാണ് നല്ലവർ, ആരാണ് ഈ പ്രണയബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ, ആരാണ് ഈ പ്രണയബന്ധത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഇതിനെല്ലാത്തിനെയും വേർതിരിച്ചു കാണാൻ ഈ വ്യക്തി തയ്യാറായിരിക്കുന്നു. അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രത്യേകതരം കഴിവിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള മെച്യൂരിറ്റി, അതായത് നല്ല രീതിയിലുള്ള പക്വതയും ദീർഘവീക്ഷണവും കൊണ്ട് ഈ വ്യക്തി മുന്നേറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. ഏഞ്ചൽസിന്റെ ഗൈഡൻസ് ആയി ഇന്നത്തെ വായനയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് സക്സസ് ആണ്. സക്സസ് എന്ന് പറയുന്നത് വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു സാഹചര്യത്തിലും വിജയത്തിലേക്ക് ആ ഒരു സാഹചര്യം കൊണ്ടുപോയി കൊണ്ട് ചേരാൻ പറ്റുമെന്നുള്ള ഒരു നല്ലൊരു മെസ്സേജാണ്, നല്ലൊരു വായനയാണ് മെസ്സേജാണ് നമുക്ക് ഏഞ്ചൽസിലൂടെ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സർവ്വവിധ വിജയവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.